അടുത്തൊരു തുലാമ്പത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഉത്തര മലബാറുകാർ. വടക്കൻ്റെ കാവുകളിൽ കാൽ ചിലമ്പൊലിയുടെ ശബ്ദം കേൾക്കാൻ. അതെ, നീണ്ടൊരു 6 മാസത്തിന് ശേഷം അടുത്ത തെയ്യക്കാലത്തിനായുള്ള അണിയലമൊരുക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ. പെയ്തൊഴിയുന്ന കാലവർഷത്തിലും ഇവിടെ ചിലമ്പൊലികൾ അടങ്ങുന്നില്ല. തിരുമുറ്റങ്ങളിൽ ഭക്തന്റെ കരം പിടിച്ചനുഗ്രഹിച്ച ദൈവങ്ങൾ ഒരിടവേളയെന്നോണം ദീപസാന്നിധ്യമായി മാറിയെങ്കിലും പ്രതീക്ഷയുടെ മറ്റൊരു തെയ്യക്കാലത്തിനുള്ള വെച്ചുകെട്ടലുകൾക്ക് അണിയറയിൽ തുടക്കമായി കഴിഞ്ഞു. തെയ്യക്കാവുകളിൽ വിസ്മയം തീർത്ത പ്രശസ്ത കലാകാരൻ പരേതനായ കണ്ണൻ കുറ്റൂരാന്റെ പാരമ്പര്യ മഹിമ പേറി മകൻ അശോകൻ പെരുവണ്ണാനും സംഘവും കുറ്റൂരിലെ ഈ അണിയലപ്പുരയിൽ സജീവമാണ്. മഴ ചാറിപ്പെയ്യുന്ന 4 മാസം ഇവർക്ക് വിശ്രമത്തിന്റെ കാലമല്ല, മറിച്ച് കരവിരുതിന്റെയും ഭക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും നാളുകളാണ്. കൃത്യമായ അളവാണ്. ഇതിൻ്റെ അളവിൽ ഒരു കൂട്ടാനോ കുറക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പണ്ട് നമ്മൾ പൂർവ്വന്മാർ തന്ന ആ ഒരു അളവുണ്ട്, കാര്യങ്ങളുണ്ട്. പ്രകാരം മാത്രമേ നമുക്ക് ചെയ്തുവിടും എല്ലാ കാര്യം. അതുപോലെ തന്നെ ഒരു മുരിക്ക് എടുക്കുമ്പം തന്നെ അത് നോക്കണം, ആൺമുരിക്കാന്നോ പെൺമുരിക്കാന്നോ. അങ്ങനെയെങ്കിൽ ആണും പെണ്ണും ഉണ്ട് ഈ മരത്തിന്. അപ്പോൾ പെൺമുരിക്ക് എടുക്കൽ കുറവാണ്, ആൺമുരിക്ക എടുക്കൽ. ആൺമുരിക്ക് നമ്മൾ ഈ കറുത്ത പക്ഷം എന്ന് വെച്ചാൽ കറുത്ത പക്ഷം വരുമ്പം മുറിച്ചിട്ടിട്ടാകുമ്പോൾ അത് ഈർന്ന് കൊണ്ടുവന്ന് നമ്മൾ ചെത്തിയാക്കി ഇതുപോലെ പണിയിട്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ നമ്മുടെ ഈ തകിട്, ഇത് തകിട് എന്നതിന് പറയും, ഇതിന് മേലെ ഒട്ടിച്ച സാധനം തകിട് അബ്രം ഇതെല്ലാം ഇതിന് മേലെ പതിക്കണം. അതിന് ചക്ക വളഞ്ഞേറും നമ്മളെ മെഴുക്, പൊന്മെഴുകില്ല, തേൻമെഴുക്, ആ തേൻമെഴുകിൻ്റെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിക്കുന്ന ആ രീതിയാണ്. തകിടുന്നതിനെ പറയാം ഒട്ടിക്കുന്നതിൻ്റെ സാധനത്തിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അടുത്ത കൊല്ലാകുമ്പോൾ ഇതെല്ലാം മങ്ങിപ്പോവും. ചൂട് കൊണ്ടും വെയിൽ കൊണ്ടും ഇങ്ങനെ തീ കളിക്കുന്ന തീയെല്ലാം ആകുമ്പോൾ ഇതിൻ്റെ സാധനം എല്ലാം മങ്ങിപ്പോവും. അപ്പോൾ പുത്തനായിട്ട് എല്ലാ സാധനം എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണം. മഴക്കാലത്ത് ഇതന്നെയാണ് പണി. മുച്ചിലോട്ട് ഭഗവതിയുടെ ചൈതന്യം തുളുമ്പുന്ന തിരുമുടികളും കണ്ണങ്ങാട്ട് ഭഗവതിയുടെയും മുത്തപ്പൻ തിരുവപ്പനകളുടേതുൾപ്പെടെ തെയ്യങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന അണിയലങ്ങൾക്ക് ഇവരുടെ വിരൽത്തുമ്പുകളിൽ ജീവൻ വയ്ക്കുന്നു. അശോകൻ പെരുവണ്ണാന് കരുത്തായി സുധൻ പെരുവണ്ണാനും പവിത്രൻ അരവഞ്ചാലും രതീഷ് പെരുവണ്ണാനും കൈകോർക്കുമ്പോൾ പിറവിയെടുക്കുന്നത് വടക്കിന്റെ സമാനതകളില്ലാത്ത നിർമ്മാണ മഹിമകളാണ്. നാടെങ്ങുമുള്ള പെരുങ്കളിയാട്ട പറമ്പുകളിൽ നിന്നും കാവുകളിൽ നിന്നും ഈ കരവിരുത് തേടി കുറ്റൂരിലേക്ക് എത്തുന്ന ആളുകൾക്കായി അണിയലപ്പുരയിൽ രാത്രിയും പകലുമില്ലാതെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ മണ്ണിൽ പെയ്തു തോരുന്ന ഓരോ മഴത്തുള്ളിയും വരാനിരിക്കുന്ന തെയ്യക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ കുറ്റൂരിൽ നിന്നും ഒരുങ്ങിയ തിരുമുടികളണിഞ്ഞ് അനുഗ്രഹ വർഷമായി ദൈവങ്ങൾ വീണ്ടും നമ്മുടെ കാവുകളിൽ ആടിയുണരും, മലബാറിന്റെ പെരുമ വിളിച്ചോതിക്കൊണ്ട്. മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ആ ഒരു അപൂർവ കാഴ്ച കാണാൻ ഓരോ മനുഷ്യരും കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഉത്തര മലബാറുകാർ. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.